നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി മിഡീസ് അവർ നമുക്ക് ആരംഭിക്കാം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ മലയാളിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി. വധശിക്ഷ നടപ്പാക്കരുത് എന്ന ആവശ്യം മേൽക്കോടതികളും ജുഡീഷ്യൽ കൌൺസിലും തള്ളിയതോടെയാണ് തീരുമാനം. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് ഇനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുക. ഷിനോജ് ഷംസുദ്ദീൻ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ദയാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തള്ളുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. യാതൊരു പ്രതീക്ഷയും ഇനി മുന്നിലില്ല എന്നാണോ? അമൃത, ആകെയുള്ള പ്രതീക്ഷ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളതാണ്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ 2018 മുതൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ദിയാധനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും എല്ലാം മുന്നോട്ട് വെച്ചിട്ടും ഇതുവരെ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബം ഇതുവരെ മാപ്പ് നൽകാൻ തയ്യാറായിട്ടില്ല. പിന്നീടുള്ള കീഴ്ക്കോടതികളുടെ വിധിക്ക് മുകളിലാണ് അപ്പീൽ കോടതികളിലേക്കും അതേപോലെ തന്നെ ജുഡീഷ്യൽ കൗൺസിലിലേക്കും പ്രസിഡന്റിന്റെ മുന്നിലേക്കുമൊക്കെ ദയാഹർജി മുന്നോട്ട് വെച്ചത്. പക്ഷേ അതെല്ലാം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചർച്ചകൾ, അതായത് കുടുംബവുമായിട്ടുള്ള ചർച്ച ലക്ഷ്യം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. 1.5 മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ യമൻ തലസ്ഥാനമായ സനായിൽ നിന്ന് വരുന്നത്. സനയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ കഴിയുന്നത്. 2017 ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകം നടക്കുന്നത്. ഒരു ബിസിനസ് പങ്കാളിയായ യമൻ പൗരനെ മരുന്ന് കുത്തിവെച്ച് കൊന്നു എന്നുള്ളതാണ് കേസ്. പിന്നീട് മൃതദേഹം വാട്ടർ ടാങ്കിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. നിമിഷപ്രിയയുടെ ഒരു കൂട്ടുപ്രതിയായ ഹനാനും ഇതിലുണ്ട്. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് വരാനും മകളെ കാണാനും അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസ് നടത്തിപ്പിൻ്റെ ഇടയിലുള്ള ഒരു ആശ്വാസകരമായ കാര്യം. അമൃത. ശരി. ഷിനോജ് ഷംസുദ്ദീനാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് വീണ്ടും സഹായം എത്തിച്ച് UAE. 500ഓളം ടൺ സഹായ വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിലെത്തിയത്. 3 സഹായ ദൗത്യ സംഘങ്ങളാണ് ഈജിപ്തിലെ റഫ അതിർത്തി വഴി ഗസയിൽ പ്രവേശിച്ചത്. 28 ട്രക്കുകളിലായി 445 ടൺ സഹായ വസ്തുക്കളാണ് ദൗത്യ സംഘത്തിലുള്ളത്. ഇതോടെ ഗസയിലെത്തുന്ന UAE ദൗത്യ സംഘങ്ങളുടെ എണ്ണം 147 ആകെ 2245 ട്രക്കുകളിലായി 28,000ഓളം ടൺ സഹായമാണ് UAE ഫലസ്തീനിലെത്തിച്ചത്. ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം ഗസയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച രാഷ്ട്രം UAE ആണ്. യുദ്ധം ആരംഭിച്ച ശേഷം 3 ബില്യൺ ദിർഹത്തിന്റെ സഹായമാണ് അറബ് രാഷ്ട്രം ഗസൻ ജനതയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. മാനുഷിക കാര്യങ്ങൾക്കായുള്ള UN ഓഫീസിന്റെ വിവരങ്ങൾ പ്രകാരം ഗസയ്ക്ക് ലഭിച്ച ആകെ സഹായത്തിന്റെ 42% UAEയുടേതാണ്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം, മറ്റു അവശ്യ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ ആംബുലൻസുകളും 2 ഫീൽഡ് ആശുപത്രികളും ഗസയിൽ ദുരിതബാധിതർക്കായി UAE നടത്തുന്നുണ്ട്. ഫീൽഡ് ആശുപത്രികളിൽ ഇതുവരെ 50,000-ലേറെ പേർക്ക് ചികിത്സ നൽകി. ദേർ അൽ ബലഹ് മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ കുടിവെള്ള വിതരണ ശൃംഖല നന്നാക്കുന്ന ജോലിയും UAEയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. മീഡിയ 1 ദുബൈ. സിറിയയ്ക്ക് സഹായവുമായി ഖത്തറി വിമാനം ദമാസ്കസിലെത്തി. ദമാസ്കസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായം ഉൾപ്പെടെയാണ് എത്തിച്ചത്. ബഷാറുൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ സിറിയൻ ജനതയ്ക്ക് സഹായം എത്തിക്കാൻ ഖത്തർ എയർ ബ്രിഡ്ജ് പ്രഖ്യാപിച്ചിരുന്നു. തുർക്കി വഴിയാണ് ആദ്യഘട്ടത്തിൽ അടിയന്തര സഹായം ലഭ്യമാക്കിയിരുന്നത്. ഇന്ന് ഖത്തറിൽ നിന്നുള്ള ആദ്യ വിമാനം ഡമാസ്കസിലെത്തി. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ആംബുലൻസുകൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ എന്നിവയാണ് വിമാനത്തിലുള്ളത്. ഡമാസ്കസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഖത്തർ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി മറിയം ബിൻത് അലി ബിൻ നാസർ അൽ മിസ്നദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘവും സിറിയയിലെത്തിയിട്ടുണ്ട്. മീഡിയ 1 ദോഹ. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ചർച്ച നടത്തി ഒമാൻ ഇറാൻ വിദേശകാര്യമന്ത്രിമാർ. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമാണ് തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇരുപക്ഷവും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിൽ കൈവരിച്ച പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പു നൽകുകയും ചെയ്തു. പലസ്തീൻ പ്രശ്നവും ഗസയിലെ നിലവിലെ സാഹചര്യവും ലബനാനിലെയും സിറിയയിലെയും രാഷ്ട്രീയ കാലാവസ്ഥയും ചർച്ചയായി.
കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ഖത്തറിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് ജയശങ്കർ ഖത്തറിലെത്തുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും വാണിജ്യ, നിക്ഷേപ, ഊർജ്ജ മേഖലകളിലെ സഹകരണവും ചർച്ചയാകും. ഒമാനിലെ പുതിയ വൈദ്യുതി നിരക്ക് ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും. അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷനാണ് 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ വൈദ്യുതി താരിഫുകൾ പ്രഖ്യാപിച്ചത്. വൈദ്യുതി കണക്ഷനും വിതരണത്തിനുമുള്ള താരിഫിലെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത തീരുമാനമാണ് APSR ഡയറക്ടർ ബോർഡ് ചെയർമാൻ അറിയിച്ചത്. പൊതു താൽപര്യം കണക്കിലെടുത്ത് റെസിഡൻഷ്യൽ, നോൺ റെസിഡൻഷ്യൽ, കാർഷിക, മത്സ്യബന്ധനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ വൈദ്യുതി വിലനിർണ്ണയം കാര്യക്ഷമമാക്കാനാണ് പുതുക്കിയ താരിഫുകൾ ലക്ഷ്യമിടുന്നത്. 4000 കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് 1 കിലോവാട്ടിന് 14 പൈസയും 4001നും 6000 കിലോവാട്ടിനും ഇടയിലുള്ള ഉപഭോഗത്തിന് 1 കിലോവാട്ടിന് 18 പൈസയുമാണ് നിരക്ക്. 6000ന് മുകളിലാണെങ്കിൽ 32 പൈസയാണ്. എന്നാൽ അഡീഷണൽ അക്കൗണ്ട് താരിഫിൽ മാറ്റമുണ്ട്. ഈ വിഭാഗത്തിൽ 4000 കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് കിലോവാട്ടിന് 22 പൈസയാണ്. 4000 മുതൽ 6000 വരെയുള്ളതിന് നിരക്ക് 26 പൈസയും. നോൺ റെസിഡൻഷ്യൽ വിഭാഗക്കാർക്ക് എല്ലാ ഉപഭോഗ തലങ്ങളിലും 1 കിലോവാട്ടിന് 25 പൈസ എന്ന ഫ്ലാറ്റ് നിരക്ക് ബാധകമാണ്. കാർഷിക, മത്സ്യബന്ധന വരിക്കാർക്ക് 3000 കിലോവാട്ട് വരെയുള്ള ഉപഭോഗത്തിന് 1 കിലോവാട്ടിന് 12 പൈസയും 3001നും 6000 കിലോവാട്ടിനും ഇടയിലുള്ള ഉപഭോഗത്തിന് 1 കിലോവാട്ടിന് 16 പൈസയും 6000ന് മുകളിലാണെങ്കിൽ 24 പൈസയുമാണ് നിരക്ക്. APSR അംഗീകരിച്ച ലൈസൻസിയുടെ വൈദ്യുതി കണക്ഷന് അനുസൃതമായിരിക്കും താരിഫ്. ഈ താരിഫുകളിൽ മീറ്ററിന്റെ വില, കണക്ഷൻ ആക്സസറികൾ, സർവീസ് കേബിൾ, ലേബർ ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്നില്ല. മീഡിയ 1, മസ്കത്ത്. ഒമാനിൽ പിൻവലിച്ച നോട്ടുകൾ മാറ്റിവാങ്ങാനുള്ള സമയപരിധി നാളെ അവസാനിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. അടുത്തുള്ള ബാങ്ക് സന്ദർശിച്ചോ CDMൽ നിക്ഷേപിച്ചോ കറൻസികൾ കൈമാറ്റം ചെയ്യാം. ഡിസംബർ 31 ശേഷം പിൻവലിച്ച നോട്ടുകൾ സ്വീകരിക്കില്ല. സുൽത്താനേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളോടും ഈ നോട്ടുകൾ സ്വീകരിക്കാനും അവയ്ക്ക് പകരം 6ാമത്തെ ഇഷ്യൂവിന്റെ നോട്ടുകൾ നൽകാനും CBO നിർദ്ദേശിച്ചു. 2020 മുൻപ് CBO പുറത്തിറക്കിയ ചില കറൻസികളുടെ ഉപയോഗമാണ് നിരോധിച്ചത്. പാൽ, മുട്ട, ചെമ്മീൻ തുടങ്ങി വിവിധ ഭക്ഷ്യവിഭവങ്ങളിൽ സ്വയം പര്യാപ്തത നേടി സൗദി അറേബ്യ. സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. പാലുൽപ്പന്നങ്ങൾ, ചെമ്മീൻ, മുട്ട, ഈന്തപ്പഴം എന്നിവയിലാണ് പുതുതായി സൗദി സ്വയം പര്യാപ്തത കൈവരിച്ചത്. അതായത് രാജ്യത്തേക്ക് ആവശ്യമായതെല്ലാം സൗദി തന്നെ ഉത്പാദിപ്പിക്കുന്നുവെന്ന് ചുരുക്കം. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെതാണ് കണക്ക്. രാജ്യത്ത് ഈന്തപ്പഴമാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിഭവം. ഇതിൽ 119% ഉത്പാദന നേട്ടം. അത്തിപ്പഴം, വഴുതന തുടങ്ങിയവയുടെ ഉത്പാദനത്തിനും 100% മുകളിൽ സൗദി സ്വയം പര്യാപ്തത നേടി. ചെമ്മീൻ രാജ്യത്തേക്ക് ആവശ്യമായതിനേക്കാൾ 147% ഉത്പാദിപ്പിക്കുന്നുണ്ട്. പാലുൽപ്പന്നങ്ങൾ 129% രാജ്യത്തുണ്ട്. പഴവർഗ്ഗങ്ങളിൽ വാഴപ്പഴവും ഓറഞ്ചുമാണ് മുൻപിൽ. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി സൗദി കാർഷിക മേഖലയിൽ പ്രോത്സാഹനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ മൂല്യവർദ്ധിത നികുതിയുമായി ബന്ധപ്പെട്ട് ചുമത്തിയ പിഴകൾ ഒഴിവാക്കി നൽകുന്നതിന് അനുവദിച്ചിരുന്ന ഇളവ് കാലം വീണ്ടും നീട്ടി നൽകി. അടുത്ത 6 മാസത്തേക്ക് കൂടിയാണ് പ്രത്യേക ഇളവ് കാലം ദീർഘിപ്പിച്ചത്. സ്ഥാപനങ്ങൾക്ക് നിയമവിധേയമാകുന്നതിനും സാമ്പത്തിക പ്രതിസന്ധികൾ ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇളവ് അനുവദിച്ചു വരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നികുതി ഇനത്തിൽ ചുമത്തിയ പിഴകൾ ഒഴിവാക്കുന്നതിന് സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി അനുവദിച്ച സാവകാശം വീണ്ടും ദീർഘിപ്പിച്ചു. ഡിസംബർ 31 അവസാനിക്കുന്ന കാലാവധിയാണ് 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകിയത്. 2025 ജൂൺ 30 വരെയാണ് പുതുക്കിയ കാലാവധി. അനുവദിച്ച സാവകാശം പരമാവധി എല്ലാ നികുതിദായകരും പ്രയോജനപ്പെടുത്താൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. ആഗോള സാമ്പത്തിക മാറ്റങ്ങളെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കുന്നതിനും സ്ഥാപനങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. 2021 ജൂണിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വാറ്റ് രജിസ്ട്രേഷൻ വൈകൽ, നികുതി പണമടക്കാൻ വൈകൽ, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള കാലതാമസം, വാറ്റ് റിട്ടേൺ തിരുത്തൽ, ഡിജിറ്റൽ ഇൻവോയ്സിംഗുമായി ബന്ധപ്പെട്ട് ഫീൽഡ് പരിശോധനകളിൽ കണ്ടെത്തിയ നിയമലംഘനം തുടങ്ങിയവക്ക് ചുമത്തിയ പിഴകൾ ഒഴിവാക്കി നൽകുന്നതാണ് പദ്ധതി. എന്നാൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പിഴകൾ ആനുകൂല്യത്തിൽ ഉൾപ്പെടില്ല. ഇളവുകാലം നീട്ടി നൽകിയെങ്കിലും പരിശോധനകൾ തുടരുമെന്നും അതോറിറ്റി അറിയിച്ചു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. UAEയിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പ് നാളെ അവസാനിക്കും. 4 മാസം നീണ്ട പൊതുമാപ്പ് കാലത്ത് ദുബൈയിൽ മാത്രം 2 ലക്ഷത്തിലേറെ പേർ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയെന്ന് അധികൃതർ പറയുന്നു. ആദ്യം 2 മാസത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പിന്നീട് 4 മാസത്തേക്ക് നീട്ടുകയായിരുന്നു. സെപ്റ്റംബർ 1 UAEയിൽ പൊതുമാപ്പ് നിലവിൽ വന്നത്.
രാജ്യത്ത് വിസ നിയമം ലംഘിച്ച് കഴിയുന്നവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാനും രേഖകൾ ശരിയാക്കി UAE-യിൽ തുടരാനും അവസരം നൽകുന്നതായിരുന്നു ഈ ആനുകൂല്യം. ദുബൈ എമിറേറ്റിൽ മാത്രം 2,36,000 പേർ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയതായി GDRFA അധികൃതർ പറഞ്ഞു. ഇതിൽ 55,200 പേരാണ് നാട്ടിലേക്ക് മടങ്ങാനായി ദുബൈയിൽ നിന്ന് എക്സിറ്റ് പാസ് കൈപ്പറ്റിയത്. ആനുകൂല്യം തേടിയെത്തിയവരിൽ ഭൂരിഭാഗവും രേഖകൾ ശരിയാക്കി UAE-യിൽ തന്നെ തുടരാനാണ് നടപടികൾ സ്വീകരിച്ചത്. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ആദ്യം പൊതുമാപ്പ് നിശ്ചയിച്ചത്. പിന്നീടത് ഡിസംബർ 31 വരെ നീട്ടി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്നതോടെ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. റെസിഡൻസി നിയമലംഘനങ്ങൾക്ക് പിഴകൾ വർദ്ധിപ്പിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. പുതിയ പിഴകൾ ജനുവരി 5 മുതൽ രാജ്യത്ത് നടപ്പാക്കും. വിസ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വിവിധ റെസിഡൻസി ലംഘനങ്ങൾ പരിഹരിക്കാനുമാണ് പുതുക്കിയ പിഴകൾ ലക്ഷ്യമിടുന്നത്. കുവൈത്തിൽ വിസ നിയമത്തിലെ പിഴകളിൽ സമൂലമായ മാറ്റം വരുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. താത്കാലിക വിസയുടെ കാലാവധി കഴിഞ്ഞവർക്കും കാലാവധി അവസാനിച്ച പ്രവാസികൾക്കും റെസിഡൻസി പുതുക്കാനോ രാജ്യം വിടാനോ വിസമ്മതിച്ചവർക്കും പുതിയ സംവിധാനം ബാധകമാണ്. നേരത്തെ വിസ ലംഘനങ്ങൾക്ക് പരമാവധി പിഴ 600 ദിനാർ ആയിരുന്നുവെങ്കിലും പുതുക്കിയ നിയമത്തിൽ അത് 2000 ദിനാറായി. പുതിയ പിഴകൾ ഉൾക്കൊള്ളിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം റെസിഡൻസി കമ്പ്യൂട്ടർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്യുന്നതിന് ആദ്യ 4 മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷം പ്രതിമാസം 2 ദിനാർ പിഴ നൽകണം. തുടർന്നുള്ള മാസങ്ങളിൽ 4 ദിനാർ വീതം പിഴ ബാധകമാണ്. പരമാവധി പിഴ 2000 ദിനാറാണ്. തൊഴിൽ വിസ ലംഘനങ്ങൾക്ക് ആദ്യ മാസം ദിനംപ്രതി 2 ദിനാറും പിന്നീട് 4 ദിനാർ വീതവും പിഴ നൽകേണ്ടി വരും. എന്നാൽ വിസ ലംഘനങ്ങളുടെ പരമാവധി തുക 1200 ദിനാറായി നിജപ്പെടുത്തി. വിസിറ്റ് വിസ ഓവർസ്റ്റേക്ക് പ്രതിദിനം 10 ദിനാർ പിഴയും പരമാവധി 2000 ദിനാർ വരെയുമാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളികളുടെ റെസിഡൻസി ലംഘനങ്ങൾക്ക് പ്രതിദിനം 2 ദിനാറും പരമാവധി 600 ദിനാർ വരെയും പിഴ നൽകണം. ആർട്ടിക്കിൾ 17, 18, 20 വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ റെസിഡൻസി റദ്ദാക്കിയ ശേഷം ആദ്യ മാസത്തേക്ക് പ്രതിദിനം 2 ദിനാറും തുടർന്ന് 4 ദിനാർ വീതം പിഴയും ഈടാക്കും. പിഴകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ വിസ നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുക, ലംഘനങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. തൊഴിൽ നിയമം ലംഘിച്ചതിന് ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിൽ തെരുവ് കച്ചവടക്കാർ പിടിയിൽ. ദാഖിലിയ ഗവർണറേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബറിന്റെയും ഇന്റീരിയർ മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ഇൻസ്പെക്ഷൻ ടീം നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റ്. തൊഴിൽ നിയമം ലംഘിച്ച് പ്രവാസികൾ നടത്തുന്ന തെരുവ് വ്യാപാര സ്ഥലങ്ങളിലായിരുന്നു പരിശോധനയിൽ 18 പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് മൊബൈൽ ID ആപ്പിലെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിന് നിയമസാധുതയായി. ഇത് സംബന്ധിച്ച 2024 ക്യാബിനറ്റ് ഉത്തരവ് കുവൈത്ത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. മൊബൈൽ ID വഴിയും സഹൽ ആപ്പ് വഴിയും ആഭ്യന്തര മന്ത്രാലയ ആപ്ലിക്കേഷൻ വഴിയുമുള്ള ഡ്രൈവിംഗ് പെർമിറ്റ് രാജ്യത്തുടനീളമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സാധുതയുള്ളതായിരിക്കും. ഇതോടെ രാജ്യത്തെ എല്ലാ സർക്കാർ ഇടപാടുകൾക്കും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഔദ്യോഗിക രേഖയായി അംഗീകരിക്കും. നിലവിൽ പ്രവാസികൾക്ക് പ്രിന്റഡ് ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് പകരം ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. സൗദിയിലെ റിയാദ് മെട്രോ പാർക്കിംഗിൽ പണം നൽകാതെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുങ്ങി. 12 മണിക്കൂറായിരിക്കും സൗജന്യ പാർക്കിംഗ് അനുവദിക്കുക. റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. 12 മണിക്കൂർ നേരത്തേക്കായിരിക്കും പാർക്കിംഗ് സൗജന്യമായി ലഭിക്കുക. മെട്രോ, ബസ് യാത്രകൾക്കായി ഉപയോഗിക്കുന്ന ദർബ് കാർഡ് വഴിയാണ് പാർക്കിംഗ് നിയന്ത്രിക്കുക. കാർഡ് കൈവശമില്ലാത്തവർക്ക് മണിക്കൂറിൽ 10 റിയാൽ എന്ന തോതിൽ പാർക്കിങ്ങിനായി പണമടക്കേണ്ടി വരും. റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ദർബ് കാർഡ് ഉപയോഗിച്ച് പാർക്ക് ചെയ്യുന്നവർക്ക് 12 മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 10 റിയാൽ വീതം നൽകേണ്ടി വരും. പാർക്കിംഗ് ഏരിയകളിൽ നിന്ന് ട്രെയിനിനടുത്തേക്ക് എത്താനായി ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും സംവിധാനിച്ചിട്ടുണ്ട്. റിയാദിലെ ഗതാഗത കുരുക്ക് കുറക്കുക, കൂടുതൽ പേരെ മെട്രോയിലേക്ക് ആകർഷിക്കുക എന്നിവയുടെ ഭാഗമായാണ് തീരുമാനം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഡ്രൈവറില്ലാ മെട്രോയാണ് റിയാദിലേത്. 4 സെൻട്രൽ സ്റ്റേഷനുകളടക്കം ആകെ 85 സ്റ്റേഷനുകളാണ് റിയാദ് മെട്രോക്കുള്ളത്. സ്റ്റേഷനുകളെ പരസ്പരം ബന്ധിച്ച് 1000-ഓളം ബസ്സുകളും സർവീസ് നടത്തും. സാധാരണക്കാരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് റിയാദ് മെട്രോ. അതിനാൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് മെട്രോ സേവനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തിരുത്തുവാനുള്ള സമയപരിധി ജനുവരി 20 അവസാനിക്കും. വാണിജ്യ മന്ത്രാലയമാണ് കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകുന്നത്. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 19 മുമ്പ് നിലവിൽ വന്ന കമ്പനികൾക്കാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ
അഥവാ സ്ഥാപന കരാർ ഭേദഗതി വരുത്താനുള്ള സമയപരിധി അനുവദിച്ചിരുന്നത്. 2025 ജനുവരി 18 സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് മന്ത്രാലയം കമ്പനിയോട് നിർദ്ദേശം നൽകുന്നത്. ഒരു കമ്പനിയുടെ ഭരണരീതി, നിയമപരമായ കാര്യങ്ങൾ എന്നിവ വ്യക്തമാക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സൗദിയിൽ മലയാളികളടക്കം നിക്ഷേപകരായവർ ഇതിൽ ശ്രദ്ധ പുലർത്തണം. കമ്പനിയുടെ ചട്ടങ്ങളിലോ നിയമങ്ങളിലോ ഉടമസ്ഥതയിലോ മാറ്റമുണ്ടെങ്കിൽ നിലവിൽ അവ മാറ്റാനാണ് സൗജന്യ അവസരം. ഇതിനായി പ്രത്യേക ചാർജ് ഒന്നുമില്ല. business.sa എന്ന പ്ലാറ്റ്ഫോം വഴിയാണ് ആർട്ടിക്കിൾ പുതുക്കേണ്ടത്. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ കരാറുകൾ പുതുക്കാത്ത കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ലഭ്യമാക്കും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ജനുവരി 2 മുതൽ 5 വരെ ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും മഴയെത്തുമെന്നാണ് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ താപനിലയും ഗണ്യമായ കുറവുണ്ടാകും. പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും കാറ്റിനും പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിക്കാൻ മീഡിയ 1 സൗദിയിലെ കണക്റ്റും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സൗദി ടൂറിസം അതോറിറ്റിയുടെ പിന്തുണയോടെയാണ് പദ്ധതി. കോഴിക്കോട് മീഡിയ 1 ആസ്ഥാനത്ത് വെച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. തീർത്ഥാടനത്തിനപ്പുറത്തേക്ക് സൗദിയിലെ ടൂറിസം മേഖലകളിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിക്കാനാണ് മീഡിയ 1 പദ്ധതി ഒരുക്കുന്നത്. സൗദിയിലെ മുൻനിര ടൂറിസം കമ്പനിയായ കണക്റ്റുമായി ചേർന്നാണ് പദ്ധതി. സൗദി ടൂറിസം അതോറിറ്റിയുടെ പിന്തുണ ഇതിനുണ്ടാകും. സൗദിയിലെ കണക്റ്റിന്റെ മേധാവിമാർ ഇതിനായി കോഴിക്കോട് മീഡിയ 1 ആസ്ഥാനത്തെത്തി. ഇത് സംബന്ധിച്ച ധാരണാപത്രം കണക്ട് സിഇഒ മഹമ്മൂദ് അബ്ദുൽ ഖാദർ ഹാഫിസും റോഷൻ കക്കാട്ടും ഒപ്പുവെച്ചു. I am very happy to start this incredible partnership between Connect and Media one of the biggest media companies in India. This is a giant step between India and Saudi Arabia in promoting tourism, and we are very happy to start this with Media 1. Thank you very much. സൗദി ടൂറിസത്തിന്റെ വിവിധ ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി മീഡിയ 1 സംഘടിപ്പിക്കും. ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളും പരിചയപ്പെടുത്തും. തീർത്ഥാടനത്തിനെത്തുന്നവരെ ഈ മേഖലകളിലേക്ക് ആകർഷിക്കുക, ഇതിനായി പ്രത്യേക പാക്കേജുകളും ഓഫറുകളും നൽകുക എന്നിവയും ക്യാമ്പയിനിലുണ്ടാകും. സൗദിയുടെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ മീഡിയ 1 പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും. സൗദി ടൂറിസത്തിന്റെ വിവിധ ആക്ടിവിറ്റീസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെടുത്തുക, പ്രത്യേകിച്ച് മലയാളിയെ പരിചയപ്പെടുത്തുക, സൗദി ടൂറിസത്തിലേക്ക് ഫുട്ഫോൾ ഇൻക്രീസ് ചെയ്യുക, കേരളത്തിലെ അക്രോസ് ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്റ്സ് ടൂറിസം ഇവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യുക, ഇത്തരം കീ ആയിട്ടുള്ള ചില പ്രോഗ്രാമുകളാണ് ഈ MOUയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 1-2 വർഷത്തേക്ക് കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും സൗദി ടൂറിസവുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വിവിധ ക്യാമ്പയിനുകളും വിവിധ റോഡ് ഷോകളും വിവിധ ട്രാവൽ മാർക്കറ്റ് ആക്ടിവിറ്റീസ്, വിവിധ എക്സിബിഷനുകൾ എന്നിവ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണക്ട് CMO അഹദ് ഹംസ നിഹാൽ, മീഡിയ 1 മാനേജ്മെന്റ് കമ്മിറ്റി അംഗം KM തെക്കിയുദ്ദീൻ, മീഡിയ 1 സൗദി ബഹ്റൈൻ ബിസിനസ് സൊല്യൂഷൻസ് മാനേജർ ഹസനുൽ ബന്ന എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 കോഴിക്കോട്. സന്ദർശകരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡ് കുറിച്ച് ഖത്തർ. ഈ വർഷം ഖത്തറിലെത്തിയ സന്ദർശകരുടെ എണ്ണം 50 ലക്ഷം കടന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 25% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 48 ലക്ഷം സന്ദർശകരെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അധികൃതരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച വർഷാവസാനത്തോടെ സന്ദർശകരുടെ എണ്ണം 50 ലക്ഷം കടന്നു. 2022 മുതൽ 2030 വരെയുള്ള കാലയളവിൽ രാജ്യത്തെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഖത്തർ ടൂറിസത്തിന്റെ ലക്ഷ്യം. GDPയുടെ 12% ഇതുവഴി ലക്ഷ്യമിട്ടിരുന്നത്. സൗദി അറേബ്യ, ഇന്ത്യ, ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഖത്തറിലേക്ക് കൂടുതൽ സന്ദർശകരെത്തുന്നത്. ഈ വർഷം ആദ്യം നടന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളും ക്രൂയിസ് സീസണിൽ കൂടുതൽ കപ്പലുകൾ എത്തിയതും ടൂറിസം മേഖലയ്ക്ക് കരുത്ത് പകർന്നു. ഇതോടൊപ്പം ഫോർമുല 1 ഗ്രാൻഡ് പ്രി, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നിവയ്ക്ക് വേണ്ടിയും വിവിധ രാജ്യങ്ങളിൽ നിന്നും ആരാധകരെത്തി. മീഡിയ 1 ദോഹ. ആഗോള വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഒമാൻ. സുൽത്താനേറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ടൂറിസമാണ്. ടൂറിസം അസോസിയേഷൻ രൂപീകരിച്ച് ഈ മേഖലയെ അടിമുടി നവീകരിക്കാൻ ഒരുങ്ങുകയാണ് സുൽത്താനേറ്റ്.
ഒമാന്റെ പൈതൃകവും ഭൂമിശാസ്ത്രവും സംസ്കാരവും ലോക വിനോദസഞ്ചാരികളെ കൂടുതലായി സുൽത്താനറ്റിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഈ സാധ്യതയ്ക്ക് കൂടുതൽ ഊർജം നൽകുക എന്നതാണ് ടൂറിസം അസോസിയേഷൻ എന്ന പുതിയ ഏജൻസിയിലൂടെ ഒമാൻ ലക്ഷ്യം വെക്കുന്നത്. ഒമാന്റെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താനും രാജ്യത്തെ ആഗോള ടൂറിസം മേഖലയിലെ പ്രധാന കണ്ണിയായി ഉയർത്തിക്കാട്ടാനുമാണ് ഏജൻസി ശ്രമിക്കുക. രാജ്യത്തിനകത്തും പുറത്തും ഒമാൻ ടൂറിസത്തെ പരിചയപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും ഇതിലൂടെ ആവിഷ്കരിക്കും. ഒമാന്റെ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുകയും ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ടൂറിസം മേഖലയായി വികസിപ്പിക്കേണ്ടതും ഇതുവരെ അതിന് കഴിയാത്ത പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതികൾ തയ്യാറാക്കും. ടൂറിസം മേഖലയിലെ പ്രാദേശികവൽക്കരണത്തിനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതേസമയം ഒമാനിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വളർച്ചയുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സുൽത്താനറ്റിൽ 4 ദശലക്ഷം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് എത്തിയത്. 2040 അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണം 11 ദശലക്ഷമായി ഉയർത്താനും അതുവഴി ടൂറിസത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ പ്രധാന സ്തംഭമാക്കി മാറ്റാനുള്ള പദ്ധതികളും പണിപ്പുരയിലുണ്ട്. മീഡിയ 1 മസ്കത്ത്. ദുബായ് അൽബർഷയിലെ താമസ കെട്ടിടത്തിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. ഞായറാഴ്ച രാത്രി 10:30 8 നില കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ ആളപായമുള്ളതായി റിപ്പോർട്ടുകളില്ല. താമസക്കാരെ പെട്ടെന്ന് കെട്ടിടത്തിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിഞ്ഞത് വൻ ദുരന്തം ഒഴിവാക്കി. മിനിറ്റുകൾക്കകം തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവെന്ന് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ വെടിക്കെട്ടും ആഘോഷങ്ങളും ഒരുക്കി ഖത്തറിലെ ലുസൈൽ ബൊലേവാദ്. നാളെ വൈകിട്ട് 6 മണി മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. പുതുവർഷ ആഘോഷങ്ങൾ പ്രമാണിച്ച് ദോഹ മെട്രോ പുലർച്ചെ 2 മണി വരെ സർവീസ് നടത്തും. ഇത്തവണയും ലുസൈൽ ബൊലേവാദാണ് ഖത്തറിലെ പുതുവർഷാഘോഷങ്ങളുടെ വേദി. വൈകിട്ട് 6 മണിക്ക് ലേസർ ഷോയോടെയാണ് പരിപാടികൾ തുടങ്ങുന്നത്. 7:30 സ്റ്റേജ് ഷോകൾക്ക് തുടക്കം കുറിക്കും. 10 മണിക്ക് ആഘോഷങ്ങൾക്ക് നിറം പകരാൻ DJ ഷോ. വെടിക്കെട്ടും ഡ്രോൺ ഷോയും ലേസർ ഷോയും എല്ലാം ചേർന്നാകും പുതുവർഷത്തെ വരവേൽക്കുക. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി സർവീസ് സമയം ദീർഘിപ്പിച്ചതായി ദോഹ മെട്രോ അറിയിച്ചു. പുലർച്ചെ 2 മണി വരെ സർവീസ് നടത്തും. ലുസൈൽ ബൊലേവാദിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നതിനാണ് മെട്രോ പ്രവർത്തന സമയം കൂട്ടിയത്. മീഡിയ 1 ദോഹ. കുവൈത്ത് ബുധനാഴ്ച മുതൽ പുതുവർഷ അവധിയിലേക്ക്. പുതുവർഷത്തോടനുബന്ധിച്ച് ജനുവരി 1, 2 തീയതികളിൽ രാജ്യത്ത് അവധി പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കില്ല. ജനുവരി 1, 2 തീയതികൾ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായതിനാൽ ജനുവരി ഞായറാഴ്ചയാകും പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിക്കുക. വെള്ളി, ശനി ദിവസങ്ങൾ രാജ്യത്ത് വാരാന്ത്യ അവധിയായതിനാൽ തുടർച്ചയായ 4 ദിവസത്തെ അവധി ലഭിക്കും. ഇന്ത്യൻ സമ്പദ്ഘടനയെ ജനകീയമാക്കിയ സാമ്പത്തിക പരിഷ്കർത്താവായിരുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ഇൻകാസ് ഖത്തർ അനുശോചന യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അനുശോചന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയിൽ ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, KMCC ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സാം ബഷീർ, ICC ജനറൽ സെക്രട്ടറി മോഹൻകുമാർ, ICBF ജനറൽ സെക്രട്ടറി KV ബോബൻ, ഇൻകാസ് അഡ്വൈസറി ബോർഡ് അംഗം സിദ്ദീഖ് പുറായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻകാസ് ഖത്തർ ജനറൽ സെക്രട്ടറി ബഷീർ തുവാരിക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. പണത്തിനായി മന്ത്രവാദവും തട്ടിപ്പും നടത്തിയ 12 പേർ കുവൈത്തിൽ അറസ്റ്റിൽ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റാണ് പ്രതികളെ പിടികൂടിയത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര ഫോൺ നമ്പറായ 112 വഴിയോ ഔദ്യോഗിക ചാനലുകൾ വഴിയോ അറിയിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റിമംബറൻസ് തിയേറ്റർ കൂട്ടായ്മ കുട്ടികൾക്കായി ഏകദിന അഭിനയ പരിശീലന കളരി സംഘടിപ്പിച്ചു. സിനിമ, ഷോർട്ട് ഫിലിം മേഖലയിലെ അഭിനയ രീതികൾ, എഡിറ്റിംഗ്, ക്യാമറ ചലനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ ധാരണയുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ക്ലാസുകൾ. ഓക്സിജൻ പ്രൊഡക്ഷൻസുമായി സഹകരിച്ച് നടത്തിയ വർക്ക്ഷോപ്പിന് സിനിമാ താരം ഹരിപ്രശാന്ത്, പ്രജിത് രാമകൃഷ്ണൻ, ആരതി പ്രജിത്ത്, PPM ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് കലാ ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഖൈത്താൻ ഒന്നാമതെത്തി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സാൽമിയ 2ാം സ്ഥാനവും IS ഭാരതീയ വിദ്യാഭവൻ അബ്ബാസിയ 3ാം സ്ഥാനവും നേടി. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള C ഭാസ്കരൻ മെമ്മോറിയൽ ട്രോഫി ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കരസ്ഥമാക്കി. രക്ഷിതാക്കൾക്കും അതിഥികൾക്കുമായി ഒരുക്കിയ ഓപ്പൺ ക്യാൻവാസ് ചിത്രരചനയിൽ അന്വേഷ ബിശ്വാസ് വിജയിയായി. വിജയികൾക്കുള്ള സമ്മാനദാനം ജനുവരി 10 ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടക്കുന്ന പൊതുച്ചടങ്ങിൽ വിതരണം ചെയ്യും.
കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സക്കീർ ഹുസൈൻ തുവ്വൂരിന് മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈത്ത് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വസുദേവൻ മമ്പാട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികൾ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ ഷിജു പലച്ചോട്, അഷ്റഫ് ചുറൂട്ട്, റഹീം, അനസ് തയ്യിൽ എന്നിവർ ആശംസകൾ നേർന്നു. ഷറഫുദ്ദീൻ പുറക്കയിൽ, പ്രജിത് മേനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അബുദാബിയിൽ നിർമ്മിക്കുന്ന സിനിമകൾക്ക് നിർമ്മാണ ചെലവിന്റെ 50% വരെ റിബേറ്റ് നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ക്രിയേറ്റീവ് മീഡിയ അതോറിറ്റി. നിലവിൽ 35% വരെ നൽകുന്ന ഇളവാണ് വർദ്ധിപ്പിച്ചത്. ചിത്രങ്ങളിൽ സ്വദേശി നടന്മാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിബേറ്റിന്റെ യോഗ്യത നിശ്ചയിക്കുക. അബുദാബിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിവയ്ക്കും TV റിയാലിറ്റി ഷോ, ഗെയിം ഷോ എന്നിവയ്ക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാകും. സൗദിയിൽ ഹോട്ടൽ ബുക്കിംഗ് ആപ്പുകൾക്ക് മുന്നറിയിപ്പുമായി ടൂറിസം മന്ത്രാലയം. ലൈസൻസ് ഇല്ലാത്ത വീടും ലോഡ്ജും ഹോട്ടലുകളും ആപ്പിൽ ചേർക്കരുത്. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കും ആപ്പുകൾക്കും ജനുവരി 1 മുതൽ കനത്ത പിഴ ചുമത്തും. 2025 ജനുവരി 1 മുതൽ ലൈസൻസ് ഇല്ലാത്ത ടൂറിസ്റ്റ്, സ്വകാര്യ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ടൂറിസം മന്ത്രാലയം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കും വെബ്സൈറ്റുകൾക്കുമാണ് മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശം നൽകിയത്. മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മറികടന്ന് നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ കടുത്ത പിഴയുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ അൽഖോബാറിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മലപ്പുറം തിരുരങ്ങാടി സ്വദേശി അബ്ദുൽ റൌഫാണ് മരിച്ചത്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കുഴഞ്ഞു വീണ റൌഫിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 10 വർഷത്തോളമായി ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ ഫിനാൻസറായി ജോലി ചെയ്യുകയായിരുന്നു. ഉംറ നിർവഹിക്കാനെത്തിയ മലപ്പുറം സ്വദേശി മക്കയിൽ മരിച്ചു. ചെറുകോട് സ്വദേശിനി സുബൈദയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് സ്കൂളിൽ അധ്യാപികയായിരുന്നു. ഭർത്താവ് അബ്ദുൽ കരീമും ഒന്നിച്ച് ഉംറയ്ക്കെത്തിയതായിരുന്നു. ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈത്ത് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. ഫർവാനിയയിലെ ഷെഫ് നൌഷാദിൽ നടന്ന യോഗത്തിൽ വിവിധ റീജിയനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബിപിൻ ജോർജ് വിശദീകരിച്ചു. ഹിബാഷിബു വാർഷിക റിപ്പോർട്ടും അംബിക ഗോപൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിശ്വകർമ്മ ഓർഗനൈസേഷൻ ഫോർ ഐഡിയൽ കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ കുവൈത്ത് PK ഭാസ്കരൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വോയ്സ് കുവൈത്ത് അംഗങ്ങളുടെ കുട്ടികൾക്കാണ് അവാർഡ് സമ്മാനിച്ചത്. ഡോക്ടർ ശങ്കരനാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോയ് നന്ദനം അധ്യക്ഷത വഹിച്ചു. സിനിമയിലെ 15 വർഷം ആഘോഷമാക്കിയ നടൻ ആസിഫ് അലി ഷാർജയിൽ. ഷാർജ എക്സ്പോ സെന്ററിൽ ഗൾഫ് മാധ്യമം ഒരുക്കിയ ഫുഡ് ഭക്ഷ്യമേളയിലായിരുന്നു ആഘോഷം. മേളയുടെ സമാപന ദിവസം ആസിഫ് അലിക്കൊപ്പം അനശ്വര രാജൻ, ദീപക് പറമ്പോൾ തുടങ്ങിയ താരങ്ങളും അതിഥികളായി മേളയിലെത്തി. വെള്ളിത്തിരയിൽ ആസിഫ് അലിയുടെ 15ാം വാർഷികത്തിന്റെ ആഘോഷം കൂടിയായിരുന്നു ഗൾഫ് മാധ്യമം ഫുഡിന്റെ സമാപന ദിവസം ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറിയത്. അനശ്വര രാജൻ, ദീപക് പറമ്പോൾ തുടങ്ങിയ താരങ്ങളും വേദിയിലെത്തി. 4 ദിവസമാണ് ഷാർജ എക്സ്പോ സെന്ററിൽ ഫുഡ് എന്ന വേറിട്ട ഭക്ഷ്യമേള ഒരുക്കിയത്. നാടൻ രുചികൾ മുതൽ കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ രുചിവൈവിധ്യങ്ങൾ സമ്മേളിച്ച ഭക്ഷ്യമേളയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. നിരവധി മത്സരങ്ങൾക്ക് പുറമെ മാജിക് ഷോ, മ്യൂസിക് ബാൻഡുകളുടെ സംഗീത നിശ, വയലിൻ പ്രകടനം, മെഹഫിൽ അബുദാബി സംഘത്തിന്റെ മുട്ടിപ്പാട്ട് തുടങ്ങി നിരവധി പരിപാടികളും ഫുഡിന്റെ വേദിയിലെത്തിയിരുന്നു. മീഡിയ 1 ഷാർജ. പൂർണ്ണമാകുന്നു.